കൂട്ടാ സാർ സാർ ഞാൻ ഒരു തെറ്റ് ചെയ്തില്ല സാർ. എന്നെ പുറത്ത് വിട്ടാൽ കൂട്ടില്ല സാർ പ്ലീസ് സാർ. അയ്യോ തമ്പി കുഞ്ഞ് ഇവിടെ വന്ന് എങ്ങനെ പെട്ടു? അതെ കിളി കിളി ജോസ്യം കിളി ജോസ്യം. അത് ടോപ്പാ. ഇവിടെ വന്നപ്പോ എല്ലാം പോയി. ജോത്സ്യര് ഇതിനകത്ത് ജോസ്യം കൊണ്ട് വലിയ ഗുണമൊന്നുമില്ലാതായപ്പോ ഞാൻ ലൈനൊന്ന് മാറ്റി ഇതിനകത്തൊന്ന് കുടുങ്ങി. ആ തമ്പി കുഞ്ഞിനകത്തൊന്ന് എങ്ങനെ പെട്ടു? സഹോദര സ്നേഹം എന്ന് പറഞ്ഞാൽ അവനും അവന്റെ ഭാര്യയും സുഖമായി ജീവിക്കണമെന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു. എന്നിട്ട് ഇയാളെന്തുവാ കഥ കേൾക്കാനിരിക്കുകയെന്ന്? അല്ല കുഞ്ഞ് എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസുകാരുടെ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം പറഞ്ഞു തരാമല്ലോ എന്ന് കരുതിയാ. എന്റെ അനിയന്റെ ഭാര്യയെ കള്ളിയാക്കാൻ വേണ്ടി ഞാൻ കുറെ ആഭരണങ്ങൾ മൂട്ടിച്ച് തലയണയുടെ ഉറക്കാത്ത വെച്ചു. പിന്നെ അതേതോ കള്ളം വന്ന് കട്ടോണ്ട് പോയി. ഞാനിപ്പോ അകത്തുമായി. എന്തെല്ലാം ആഭരണങ്ങൾ ഉണ്ടായിരുന്നു? 2 മാല, 6 വള, പിന്നെ വെള്ളക്കല്ല് വെച്ച 2 കമ്മല്, ചുവപ്പ് കല്ല് വെച്ച ഒരു മോതിരം. സത്യം പറ, തനിക്കറിയാം? സത്യം പറയാം. തമ്പി കുഞ്ഞ് മോഷിച്ച് തലയിൽ അടിച്ചു വെച്ച സാധനം അവിടുന്ന് അടിച്ചോണ്ട് പോയത് ഞാനാണ്. അയ്യോ ഇൻസ്പെക്ടർ സാർ, ഇവനാണ് ഞങ്ങൾ ആഭരണങ്ങൾ പോയിട്ട് ഇവനെ തുറന്നു വിടണം. മിണ്ടിപ്പോയത് മാറിക്കടാ. ഇത് പോലീസ് സ്റ്റേഷൻ മനസ്സിലായില്ലേ? ഇവിടെ എന്നെ അല്ലല്ലേ? എന്നെ ആയിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ. ഒന്ന് വിളിച്ചേ പെട്ടെന്ന്. പ്രതിഭേ നമ്മളെ ആഭരണങ്ങൾ മുടിച്ചത് ഇവനാ? പറ അയാളോട് പുറത്തോളൂ. ഇപ്പൊ എസ് മനസ്സിലായോടാ എരപ്പാളി? നീ ആരാ? അയം പ്രദീപ്, പ്രഭുവാറിന്റെ പ്രഭുര. ജാമ്യത്തിൽ ഇറക്കാൻ വന്നതാ. എനിക്കടാ ജാമ്യം വേണം അല്ലേ? ഡൺ, അനുവദിച്ചിരിക്കുന്നു. അളിയ, നാളെ നീ പോയല്ലേ, നമുക്കൊന്ന് കൂടണ്ടേ? കൂടണം. അതിലൊരാളിന്റെ ആവശ്യം കൂടിയുണ്ട്. എന്നെ കുറെ നാൾ ചുറ്റിച്ച റോഷിനിയില്ലേ, ആളറിയാമല്ലോ. എനിക്ക് അവളുമായിട്ടൊന്ന് കൂടണം. എന്റെ ഉന്നാരമോൻ കാപ്പുമളയായിട്ട് വരുന്നു. എടീ, നിന്റെ കഴുത്തലും കാലും ഒക്കെ എവിടെങ്കിലും പൂട്ടി വെക്കാം, അല്ലെ മോൻ അടിച്ചോണ്ട് പോകും. അച്ഛാ, ഞാൻ അച്ഛനും ഇല്ല അമ്മയും ഇല്ല. സ്വന്തം ഭാര്യയുടെ ആഭരണങ്ങൾ കട്ടേണ്ട് പോയേണ്ട ഗതികേട് നിനക്ക് എന്താ ഉണ്ടായത്? നിങ്ങൾക്ക് ആർക്കും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ മനസ്സിലായി. ഞാൻ വിചാരിച്ച മാതിരി കാര്യങ്ങൾ നടന്നിരുന്നെങ്കിൽ സംഭവിക്കാൻ ആവില്ലായിരുന്നു. അത് നടന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യാനാ? അപ്പൊ കരുതി കൂട്ടിയുള്ള പരിപാടിയായിരുന്നു. എന്തിനാടാ ഇതൊക്കെ? അമ്മേ, എന്റെ അനിയനും. മതി. എന്തായാലും നിന്റെ അനിയൻ പ്രദീപിന്റെ ഗുണം നിനക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞു. എന്താ ഇതുവരെ എന്റെ കല്യാണം നടത്തി തരാത്തതെന്ന് ഒരിക്കലെങ്കിലും അവൻ എന്നോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ കാര്യം? അവനൊരു പച്ച പാവം ആയതുകൊണ്ട്. അയ്യ, പച്ച പാവം. ഇനി എന്തിനാ അവൻ കല്യാണം കഴിക്കുന്നേ? എന്താ, അവൻ കല്യാണം കഴിച്ചാൽ കൊള്ളത്തില്ലേ? അവന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്ന് ഇതിന്റെ മുകളിൽ താമസിപ്പിച്ചേനെ. അപ്പൊ നിങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞല്ലേ? ഓഹോ, ഇനി ഒന്നും പറയണ്ട അമ്മേ. ഇനി ഒന്നും പറയണ്ട. എനിക്ക് നിങ്ങളെ ആരെയും വിശ്വസിച്ചിട്ട് കാര്യമൊന്നുമില്ല. ശൈലജേ, അവളെ വിളിക്കണ്ട. അതെന്താ? അവിടെ പോയി. എങ്ങോട്ട്? അവിടെ നാട്ടിൽ പോയി. ഒരു കള്ളന്റെ ഭാര്യയായിട്ട് അവക്ക് ഇവിടെ ജീവിക്കണ്ടെന്ന്. അയ്യോ, നിങ്ങൾക്ക് എന്തെങ്കിലും സൂത്രം പറഞ്ഞ് അവളെ ഇവിടെ പിടിച്ചു നിർത്തിക്കൂടായിരുന്നോ? അതിന് കരാട്ടെ കയ്യാങ്കിൽ അറിയാവുന്നവരെ എങ്ങനെയാ പിടിച്ചു നിർത്തുന്നേ? മോനെ,
അവള് ബസ് സ്റ്റാൻഡിലേക്കാ പോയിരിക്കുന്നത്. നീ ചെന്ന് അവളെ കയ്യും കാലും പിടിച്ചെങ്കിലും നീ കൊണ്ടുപോവാ. ചെല്ലേ. വീട്ടിലെത്താനുമ്പോ വേണം. അവിടെ അന്നേക്ക് ഇപ്പോഴും നല്ല ആരോഗ്യമാ. നിന്റെ ഭാര്യ പുറത്താക്കാൻ വേണ്ടിയാ ഞാൻ ഈ പരിപാടി കോപ്പിച്ചത്. എന്നിട്ട് പുറത്തായത് എന്റെ ഭാര്യ. നീ ഒറ്റ കാരണക്കാരൻ. ഓടിക്കാനും അറിയാൻ വയ്യ. ഒരു മൂപ്പിച്ച് വിടണം. പിടിച്ചോ. ആ പകൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. ഇന്നലെ തിരുവനന്തപുരത്ത് PTP നഗറിൽ നടന്ന ഭീകര സംഭവം. ഇന്നലെ പട്ടാപ്പകൽ ഒരു ടിപ്ടോപ്പ് ആസാമി PTP നഗറിലുള്ള ഒരു വീടിനുള്ളിൽ കടന്നു ചെന്നു. അപ്പോൾ വീടിന്റെ ഉടമസ്ഥൻ ചാരുകസേരയിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അവസരം പാഴാക്കാതെ അവൻ പതുക്കെ വീട്ടുടമസ്ഥൻ അറിയാതെ മുകളിലത്തെ മുറിയിലേക്ക് കടന്നുപോയി. മുകളിലെ മുറിയിലുണ്ടായിരുന്ന പെണ്ണിനോട്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥ അത്യാസന്ന നിലയിൽ കിടക്കുകയാണെന്നും അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഒരു നോക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ട് ഇരിക്കുന്നതായും അവളെ അറിയിച്ചു. അവളത് വിശ്വസിച്ച് ഒരു ബലിയാടിനെ പോലെ അവനെ പിന്തുടർന്നു. അപ്പോഴും ആ വീട്ടുടമസ്ഥൻ ഇതൊന്നും അറിയാതെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെന്തൊരു വായനയാടാ നാറി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ആരാണെന്ന് നോക്കണ്ട കാര്യതേ. ഇവനെയൊക്കെ വായിക്കുന്ന പത്രം കൊണ്ട് ചെതയുണ്ടാക്കി അതിന്റെ പുറത്ത് വെച്ച് ദഹിപ്പിക്കണം. എന്തെങ്കിലും ആട്ടെ. പക്ഷെ വിധി വീട്ടുകാരുടെ രൂപത്തിൽ അവിടെ എത്തിയിട്ടും ആ ടിപ്ടോപ്പ് ആസാമി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇതിനെപ്പറ്റി പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. കഷ്ടമായിപ്പോയി. എന്തോന്ന്? ആ റോഷിയുടെ മാഡത്തിന്റെ ഹാർട്ട് അറ്റാക്ക്. എന്ത് കാര്യം? ആ ഞാൻ അറിഞ്ഞു. അതന്നെ, ഓഫീസിൽ നിന്ന് ആള് വന്നത് ഇപ്പൊ അവളെ വിളിച്ചോണ്ട് പോയി. എപ്പോ? ഇപ്പൊ. അതങ്ങനെ ഞാനിവിടെ പത്രം വായിച്ചോണ്ടിരിക്കുന്നു. ഞാൻ അറിയാം അവര് പുറത്തു പോകും. അയ്യോ, ഞങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല. ഇപ്പൊ അവളെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയല്ലേ ഉള്ളൂ. ഇപ്പൊ വിളിച്ചോണ്ട് പോയെന്നെ. ഇതെന്താ? ഇതെവിടെ പോന്നു? ജനറൽ ഹോസ്പിറ്റലിലേക്ക്. അത് അവിടെയല്ലേ? അതെ. പിന്നെന്തിനാ ഇങ്ങനെ ചുറ്റുന്നേ? നേരെ പോയ പോരെ? എന്റെ ഭാര്യ കണ്ട എനിക്ക് തൊട്ടിരിക്കും. എന്നോടൊന്നും പറയണ്ട. ഞാൻ പറയാം. ചേട്ടത്തി പ്ലീസ്, ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ ഭാര്യ വീട്ടിൽ നിന്ന് പുറത്തിറക്കി കിട്ടാൻ വേണ്ടി ഞാനും ചേട്ടനും കൂടെ ഒപ്പിച്ചൊരു സൂത്രം അതൊക്കെ. പ്രദീപിന്റെ ഭാര്യയോ? ഇനി ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് എന്നെ കൊടുക്കാമെന്ന് വിചാരിക്കണ്ട. അയ്യോ സത്യമാണ് ചേട്ടത്തി, ഞാനാണ് രോഷ്ണി വിവാഹം കഴിച്ചത്. അവളെ നീ പിടിച്ചോടെ താമസിപ്പിച്ചു. ഇവൻ അവിടെ വരാനും വയ്യാണ്ടായി. അവളെ പുറത്തിറക്കാൻ വേണ്ടി ചേട്ടൻ ഒപ്പിച്ചിട്ട് വേലയല്ലേ ഇത്? നിന്റെ മാലയും വിലയും ഞാനെടുത്ത് റോഷിയുടെ മുറി കൊണ്ട് വെച്ചതോളം സത്യ. പക്ഷെ എന്റെ കാലഘട്ടത്തിൽ ആ കിളിജോസിക്കാരനെ തട്ടിക്കൊണ്ടുപോയി. ഇതാണ് ഉണ്ടായത്. പാവം ചേട്ടനെ തെറ്റേറിക്കരുത് ചേട്ടത്തി. ചേട്ടത്തി വീട്ടിലേക്ക് വരണം. എനിക്ക് ഒന്നും പറയണ്ട. നീ സത്യം മനസ്സിലാക്കിയല്ലോ, അത് മതി. പ്രദീപ് നിൽക്കുന്നു. പ്രദീപ്, 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 രോഷ്ണി, അത് വേറെ ഏതാണ്ട് പെണ്ണുങ്ങളാ. എന്റെ ഭാര്യ കണ്ട് എനിക്കറിഞ്ഞൂടെ? എന്തോ കുഴപ്പമുണ്ടല്ലോ. ഞാൻ വരാം. പ്രദീപ് പോയിട്ട് വരട്ടെ, നമുക്ക് വീട്ടിലേക്ക് പോകും. നിങ്ങൾ പറഞ്ഞ ഞാൻ വന്നേക്കാം. ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരുന്ന വഴി റോട്ടിൽ കിടന്ന് യുവമാർ രണ്ടുപേരും കൂടി ഭയങ്കര അടി.
കയ്യോട് തൂക്കിക്കൊണ്ട് പോന്നു. പറയുന്നത് കേട്ടിട്ടേ പെണ്ണ് കേസാ. സാർ ഉണ്ടായിരിക്കണം, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. സാർ ഞാൻ ഒരു സമയത്ത് ഒരാൾ പറഞ്ഞാൽ മതി. അതല്ലേ ഞാൻ പറഞ്ഞു. വേണ്ട, നീ പറ എന്താ നടന്നത്? പറഞ്ഞോട്, സത്യം പറഞ്ഞോട്. സാർ, ഞാനും എന്റെ ഭാര്യ ഒരു കാറിൽ വരുന്ന വഴി ഇവൻ മോട്ടോർ സൈക്കിൾ പുറകെ വന്ന് ഞങ്ങൾ തടഞ്ഞു നിർത്തി എന്റെ ഭാര്യ തട്ടിക്കൊണ്ടു പോകുന്നു. സാർ സത്യം ഞാൻ പറയാം. സാർ ഇവൻ പറയുന്നത് വിശ്വസിക്കണം, ഞാൻ പറയാം. ഇവൻ എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോകാൻ ഞാൻ മോട്ടോർ ബൈക്കിൽ പുറകെ വന്ന് എന്റെ ഭാര്യയെ രക്ഷിച്ചു. സാർ എന്റെ ഭാര്യ മിണ്ടാറില്ല, എനിക്കൊരു ഇംഗ്ലീഷ് പോകാൻ വേണ്ടി ഞാൻ പറയാം. സാർ എന്റെ ഭാര്യ രണ്ടുപേരും ഇവിടെ വെച്ച് കൊന്നുകളയാ. രണ്ടുപേർക്കും കൂടെ ഒരു ഭാര്യയുള്ളൂ. എന്റെ ഭാര്യ പോടാ പട്ടി. കോൺസ്റ്റബിൾ സാർ, ചന്ദ്രനാഥാക്ക്. ഇതെന്താ പാഞ്ചാലി സ്വയംവര കേസോ? നീ ഇവിടെ എവിടെയായിരുന്നു? ഇതെന്ത് പറ്റി രണ്ടുപേരും കൂടെ ഞാൻ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. നീ ഒന്നിച്ചൊന്ന് പറഞ്ഞോട്. സാറിന്റെ ഭാര്യ വന്നു, രോഷ്ണി. സാർ, ഞാൻ രോഷിനി, അദ്ദേഹത്തിന്റെ വൈഫാ. ഏത് ദേഹത്തിന്റെ? അദ്ദേഹത്തിന്റെ പ്രദീപിന്റെ ഏത് പ്രദീപ്? ബ്ലാക്ക് സെറ്റിന്റെ ആള്. അയാൾ എന്നെ കടത്തിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു. ഏതാണ്? ആ താടിക്കാരൻ, അപ്പുറത്തേക്കുന്ന ആള്. എന്റെ മാഡത്തിന് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞ് അയാൾ എന്നെ കടത്തിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു. ഭാഗ്യത്തിന് പ്രദീപ് പുറകെ വന്ന് രക്ഷപ്പെടുത്തി. അവര് തമ്മിൽ അടിപിടി കൂടുന്ന കണ്ടപ്പോ അടുത്ത വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോണ്ട് വരാമെന്ന് വിചാരിച്ചു പോയതാ. തിരിച്ചു വന്നപ്പോ അവര് പോലീസ് പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു. നേരെ പ്രദീപിന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് ഇങ്ങോട്ട് പോന്നു. സാർ ഞാൻ അപ്പഴേ പറഞ്ഞില്ല ഞാൻ നിരപരാധിയാണെന്ന്. ഒന്നും ചെന്നേ, ഒന്ന് തുറന്നേ. ഇതൊരു കൺഫ്യൂഷൻ പിടിച്ച കേസാണല്ലോ. നീ വിശദമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി തരണം, എന്നിട്ട് ആലോചിക്കാം. കോൺസ്റ്റബിൾ, ഒരു സ്റ്റേറ്റ്മെന്റ് വാങ്ങിക്കൂ. റോഷിനി, എന്തായി? കുഴപ്പമൊന്നുമില്ല, പോലീസുകാർ തെറ്റിദ്ധരിച്ചതാ. അവനാ നിൽക്കുന്നു. എന്താ മോനെ ഇത്? എടാ റാസ്കൽ, നിന്നെ വിളിക്കണം. നിന്നെ തന്നെ വിളിച്ചത്. അച്ഛാ ലോഹിയൊക്കെ പിന്നെ പറയാം, ആദ്യം എന്നെ ഇറക്കി വിട്. പോലീസുകാരെ കൊണ്ട് കയ്യും കാലം നെല്ലുപിടിപ്പിക്കണ്ട. വിവരദോഷി. ഞങ്ങളെയൊക്കെ വെട്ടിച്ച് കല്യാണം കഴിച്ചിട്ട് പെണ്ണിനെയും കൊണ്ട് സ്വന്തം വീട്ടിൽ തന്നെ ഒളിച്ചു താമസിക്കുക. എടാ, റോഷിനെയാണ് പെണ്ണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്ര സന്തോഷത്തോടുകൂടി ഈ കല്യാണം ഞങ്ങൾ നടത്തി തന്നേനെ. അതിന് കാരണക്കാരി രോഷ്ണി തന്നെയാ. റോഷിനിയോ? ആ, അച്ഛനും അമ്മ ഇല്ലാത്തൊരു അനാഥനെ മാത്രമേ കല്യാണം കഴിക്കുന്നു. രോഷ്ണിക്ക് ഒരേ നിർബന്ധം. 1000 കള്ളം പറഞ്ഞാലും ഒരു കല്യാണം നടത്താവുന്നതാണല്ലോ. അതുകൊണ്ട് ഞാൻ കള്ളം പറഞ്ഞു എന്റെ തന്തയും തള്ളയും ചത്തുപോയെന്ന്. അയ്യോ, എന്റെ ചേച്ചി ഭർത്താവിന്റെ വീട്ടിൽ നിന്നുള്ള വിഷമങ്ങൾ സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്തു. അന്ന് ഞാൻ എടുത്ത തീരുമാനമായിരുന്നു അത്. പക്ഷെ നിങ്ങളെപ്പോലുള്ള അച്ഛനും അമ്മയാണ് പ്രദീപനെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ തീരുമാനം ഞാൻ എന്നെ മാറ്റിയേനെ. എന്നോട് ക്ഷമിക്കണം. വേണ്ട വേണ്ട, നിന്റെ തീരുമാനമൊന്നും മാറ്റണ്ട. നിന്നെ പോലെ ഒരു പെണ്ണിനെ എന്റെ മകന്റെ ഭാര്യയായിട്ട് കിട്ടിയത് തന്നെ ഭാഗ്യം. ഞങ്ങളുടെ ആഗ്രഹമൊക്കെ തീർന്നു. നിങ്ങൾ എന്തായി കാണിക്കുന്ന? നിന്നെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ സുമംഗലിയായിട്ട് തന്നെ മരിക്കണമെന്ന്. ആദ്യം നിന്നെ കൊല്ലും, എന്നിട്ട് ഞാനും ചാകും. മനസ്സിലായോ? എന്നെ കൊന്നിട്ട് നിങ്ങൾ മരിക്കുന്നുള്ളതിന് എന്താ ഒരു ഉറപ്പ്? ഉറപ്പോ? നിന്റെ താലി തൊട്ട് സത്യം ചെയ്യാണെന്ന്. കൊലപാതകത്തിനും ആത്മഹത്യാ ശ്രമത്തിനും കിഴവൻ ജീവിതകാലം മുഴുവൻ കമ്പി എണ്ണിയേ പറ്റൂ. ആ പ്രദീപേ, കുടുംബദ്രോഹി, നിന്നെ ഞാൻ കൊല്ലും. അതിനോട് മറയ്ക്കാൻ ഇവനെ ഞാനിത് കൊല്ലും. എന്നിട്ട് ഞാൻ ഏത് പ്രാണാശുപത്രിയും നടക്കുമെന്നാണോ? പിടി പിടി. ഒന്ന് തുറക്കാൻ എന്താ അയ്യോ സാർ, സാർ എന്റെ മോൻ പാവമാണ് സാർ. അവന് മൃദംഗം വായിക്കാനേ അറിയാവൂ, വെടിവെക്കാൻ അറിഞ്ഞില്ല സാർ. അയ്യോ എന്റെ മോൻ പാവമാണ് സാർ. സാർ, ഒരു അബദ്ധം പറ്റിയതാ, അവരെ വിടണം. ഞാനൊന്നും പറയണ്ട, ഞാനിവിടുന്ന് ആരെയും വിടില്ല. സാർ, ഇവൻ ഓവർസീസ് ബാങ്കിനകത്ത് കയറി കൊള്ളയടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. യവന്മാര് 3-ാമതിനെ കിട്ടി. ബാക്കിയുള്ളവന്മാർ ഓടിക്കളഞ്ഞു. യവന്മാരുടെ ചില പണിയായുധങ്ങളാ. നിന്നെയൊക്കെ ഒരു ബാങ്കിൽ
അതിനാൽ ഇവളുടെ ജീവൻ നഷ്ടപ്പെടും. തോക്ക് താഴെ വേണം സാർ. സാറേ തോക്ക് താഴെ ദയവ് ചെയ്താ തോക്കൊന്ന് താഴെ ഇടണം സാർ. അയ്യോ സാറേ താങ്ക് യു. ഇനിയെങ്കിലും ഇവര് വിട്ടയക്കണം സർ. പ്ലീസ് സർ. വേഗം പോയി നിങ്ങൾ ഒരു വക്കീലിനെ കൂട്ടിക്കൊണ്ടുവരൂ. ജാമ്യത്തിൽ വിടാൻ പറ്റുമോ ഞാനും നോക്കട്ടെ. ഇനിയിപ്പോ രാത്രി വഴിയിൽ എവിടെയെങ്കിലും കാണും, ചെല്ലേ. വരൂ അമ്മേ. വാ, വാ. സുഭദ്രേ ബാറിൽ പോയി നോക്കിയാൽ മതി. Everything finished. എന്താണ് നടന്നത്? ആ ബാഗിനകത്ത് ടൈം ബോംബുണ്ട്. കൃത്യം 7 മണിക്ക് പൊട്ടും. ബോംബോ? 7 മണിക്കോ? നോക്കട്ടെ. പുള്ളി ഭ്രാന്തൻ.